നിങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, സാധാരണ ആളുകൾ കൈകൂപ്പി തൊഴുത് പ്രാർത്ഥിക്കുന്നത് പോലെ അല്ലാതെ ശിരസിന് മുകളിലായിട്ട് കൈകൂപ്പി തൊഴുത് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. ചില ക്ഷേത്രങ്ങൾ ചെല്ലുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും, അല്ലെ? എന്തായിരിക്കും അതിന് കാരണം? ശരിക്കും മാറ്റങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് തന്നെയാണ്. നമ്മുടെ ഉള്ളിലാണ് മാറ്റങ്ങൾ സംഭവിക്കുക. ഈശ്വര ചൈതന്യം നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്ന രീതി ശരിക്കും നമ്മുടെ ആധാര ചക്രങ്ങൾ കൂടിയാന്ന് പറയാം. അത് മൂലാധാരം മുതൽ സഹസ്രാരം വരെ എന്ന് പറയുന്നുണ്ട്. 7 ആധാര ചക്രങ്ങൾ, ഷഡാധാരം പിന്നെ സഹസ്രാരവും. പക്ഷെ അതിന് മുകളിലായിട്ട് ഈ കൈകൂപ്പി ശിരസിന് മുകളിൽ കൂപ്പി തൊഴുത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ശിരസിൽ നിന്ന് 12 ഇഞ്ച് മുകളിലായിട്ട് ഒരു ചക്രം ഉണ്ടെന്ന് പറയാം, ഒരു എനർജി സെന്റർ ഉണ്ടെന്ന് പറയാം. അവിടെയാണ് ശരിക്കും ഗുരുക്കന്മാരുടെ ഗുരുവായിട്ടല്ല, ദേവന്മാരുടെ ദേവനായിട്ടല്ല, ആനന്ദ നടനമാടുന്ന മഹാദേവന്റെ സ്ഥാനം എന്ന് പറയാം. അതുവഴി നമ്മൾ തൊഴുത് പ്രാർത്ഥിക്കുന്ന വഴി നമ്മൾ നമസ്തേ പറയാണ്. ശരിക്കും ശിരസിന്റെ മുകളിൽ കൈകൂപ്പി അഞ്ജലിക്കുകയാണ്, അല്ലെങ്കിൽ നമസ്കരിക്കുകയാണ്. ഭഗവാനെ നമസ്കാരം എന്ന് പറയുന്നു. അപ്പൊ എല്ലാ മാറ്റങ്ങളും നമുക്കാണ്. അതൊക്കെ അനുഭവ തലത്തിൽ വരും. നമ്മൾ ആ രീതിയിൽ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അനുഭവ തലം വരും. ക്ഷേത്രം അതിലും കൂടി ഉള്ളതാണ്. മനസ്സിലാക്കുക. നന്ദി. നമസ്തേ.